എന്ത് യോഗ്യതയാണ് ഞാൻ ആ പേരിന് ഉള്ളത് എനിക്കറിയില്ല. എനിക്ക് ആ പേരിന് ഞാൻ യോഗ്യതയുള്ളവളല്ല. ഞാൻ ആ പേരിന് യോഗ്യതയുള്ളവളല്ല. ആ പേരിന് യോഗ്യതയുള്ളവളല്ല ഞാൻ. 10 ദിവസമായിട്ടും ബിഗ് ബോസിൻ്റെ വെള്ളം ചിലവാകരുതേ എന്ന് കരുതി കുളിക്കാതിരിക്കുന്നവളാണ് ഞാൻ. എന്നിട്ട് അവനാണ് എന്നോട് ഈ പേര് വിളിച്ചത്. ഡാഗിനി അമ്മുമ്മയെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുന്ന എന്നോടൊരു റെസ്പെക്റ്റ് ഒക്കെ വേണ്ടേ? അക്ബറെ, നീ ഒന്നോർത്തോ, നിനക്ക് മാപ്പില്ല. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി കാണാം. ഇവിടെ നിന്റെ പേരിൽ എന്നെ വിട്ടാലും ക്ഷമിക്കില്ല. മാക്സിമത്തിന്റെ അപ്പുറം അനുഭവിച്ചിട്ടാണ് രേണുസുതി ഇതിനകത്തോട്ട് വന്നത്, ഈ ബിഗ് ബോസിലോട്ട് വന്നത്. അതെ, മാക്സിമം അടിച്ചു പൊളിച്ചിട്ടും എന്നെ സഹായിച്ചവരൊക്കെ ഞാൻ ചാമ്പിയിട്ടുമാണ് ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുള്ളത്. അതിനൊരു കാരണക്കാർ നിങ്ങൾ നെഗറ്റീവ് പറയുന്നവരൊക്കെ തന്നെയാണ്. അതിന് ഒരുപാട് താങ്ക്സ്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരാൻ എന്നെ സഹായിച്ച നെഗറ്റീവോളികളെ ഒരുപാട് താങ്ക്സ്. എന്തായാലും ബാക്കി കാണാം. എന്നെ സെപ്റ്റ് ടാങ്ക് എന്ന് വിളിച്ച അപ്പുറത്തോട് ഞാൻ ക്ഷമിക്കൂല. അതിന്റെ പേരിൽ എന്ത് വന്നാലും ക്ഷമിക്കൂല. ഇവിടുന്ന് പോകാതിരിക്കാൻ എനിക്ക് കിട്ടിയ ആകെയുള്ള പിടിവള്ളിയാണിത്. അല്ലാതെ എനിക്ക് ഗെയിം കളിക്കാനൊന്നും വയ്യ. ഞാൻ ഈ വിഷയത്തിൽ തന്നെ കടിച്ചു പിടിച്ചൊരു 100 ദിവസം എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് അക്ബറിനോട് ഞാൻ ക്ഷമിക്കൂല. ഇത് സത്യം. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7 രേണുവിൻ്റെ നാടകീയ രംഗങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത്. കണ്ണീര് വരാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അത് വരുന്നില്ല. ഇതുകൊണ്ടൊന്നും രേണു നിർത്തൂല. ആദ്യം കണ്ണാടിൻ്റെ മുന്നിൽ പോയി ഇന്നിങ്ങനെ കാട്ടിക്കൊണ്ട് ആൾക്കാരൊന്നും കണ്ടിട്ടില്ല എന്ന് എത്തിയിട്ട് ഇപ്പോൾ നേരെ പോയിട്ട് ക്യാമറയുടെ മുന്നിലാണ് ഇപ്പോൾ പെർഫോമൻസ്. എന്തായാലും ആ വീഡിയോ ഒന്ന് കാണാം. അതായത് വന്നു കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിരുന്നെങ്കിൽ പ്രശ്നങ്ങളുണ്ടായ അങ്ങനെ ഒരു പേരിട്ടാലും എനിക്ക് ചിലപ്പം ക്ഷമിക്കേണ്ടി വന്നില്ല. പക്ഷേ അതാണ്, വന്നു കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല, നാട്ടുകാർ കണ്ടാലും കുഴപ്പമില്ല. ഇതിപ്പോൾ എനിക്ക് ആകെ കിട്ടിക്കുന്ന ഒരു പിടിവള്ളിയാണ്. ഇതിന് എത്ര ദിവസം കൊണ്ടുപോകാൻ പറ്റുമോ അത്രയും ദിവസം ഞാൻ കൊണ്ടുപോയിരിക്കും. എന്തായാലും ബാക്കി കാണാം. വന്നിട്ട് പിറ്റേ ദിവസം ലോകം എല്ലാവരും മുന്നിൽ ഞാൻ അവിടെ നിന്ന് ഉരുക്കിപ്പോയി. സത്യമായിട്ട് ഞാൻ പറയുന്നത് തമാശക്ക് പറയുന്ന പോലെ ഉരുക്കുന്നല്ല. അതെ, ഞാൻ ഉരുക്കിപ്പോയനെ. അക്ബർ എന്നെ അങ്ങനെ വിളിച്ചിരുന്നില്ലെങ്കിൽ. ഇത് കിട്ടിയത് കൊണ്ട് എൻ്റെ ഭാഗ്യം. അല്ലെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് നടക്കാൻ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കണ്ടന്റെങ്കിലും ഇവിടെ ചെയ്തിരിക്കണം. വെറുതെ ആ സോഫയിലിരിക്കും, അല്ലെങ്കിൽ ആ ഡൈനിങ് ടേബിളിലിരിക്കും, അല്ലെങ്കിൽ ആ ബെഡിൽ കിടക്കും. ഇതല്ലാതെ വേറെ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇത്രയും ആൾക്കാരുടെ അടിയിൽ ഇതിനെ കാണാൻ തന്നെ പറ്റില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് തീരെ വെജ്ജാ. ഇതിൻ്റെ ഉള്ളിൽ പെട്ടിക്കാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ബാക്കിയാണ്. വിഡ്ഢവിഷം വന്നു. ആളുടെ അടുത്ത് ലാലേട്ടൻ പറഞ്ഞതാണ് കൺവിൻസ് ചെയ്യണം. വിഡ്ഢവിഷം വന്നപ്പോൾ എനിക്കത് ക്ഷമിക്കാൻ പറ്റൂല. എനിക്കിതും പറഞ്ഞ 100 ദിവസം ഇവിടെ നിൽക്കണം. അതിന് പറ്റിയൊരു കണ്ണടിയും ബിഗ് ബോസ് നിൽക്കുന്നു. പിന്നെ ഇനി എന്താ വേണ്ടത്? ഇതിലിപ്പോൾ കുടുങ്ങിയതാരാന്നറിയോ? ബിഗ് ബോസ്. എന്ത് ടാസ്ക്കാണ് ഇതിനെ കൊണ്ട് എടുപ്പിക്കുക? ഇനി വല്ല ടാസ്കും കൊടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ അടിപ്പെട്ടിട്ട് ഇത് ഒടിഞ്ഞു പോയാലോ? അത് നല്ലോണം അറിയാം ബിഗ് ബോസിന്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ടാസ്ക് കൊടുത്തിക്കണത്, ക്ഷമ ചോദിക്കൽ. ഇനി ഇതിനെ കൊണ്ട് വല്ല ടാസ്ക് കൊടുപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ബിഗ് ബോസ് തുമ്പിനെ കൊണ്ട് കല്ലെടുപ്പിക്കുകയാണെന്ന്. അതിനൊന്നുള്ള ആരോഗ്യം അതിനില്ല. അതിനാകെ അറിയണത് അതാണ്. കിടന്നുകൊണ്ട് പരദൂഷണം പറയാം, ക്യാമറയിൽ നോക്കി സംസാരിക്കുക, നേരെ വണ്ണം അഭിനയിച്ച് കരയാൻ പോലും അറിയില്ല. എന്തായാലും ബിഗ് ബോസിനോട് ഒരു കാര്യം പറയാണ്, അതിന് തിന്നാനും കൊടുക്കാതെ വല്ല ടാസ്കും കൊടുത്തിട്ട് അതിനെന്തെങ്കിലും പറ്റിയ രേണു ആർമി വെറുതെ ഇരിക്കൂല. അതിനൊക്കെ പൈസ കൊടുത്ത് സെറ്റാക്കിയിട്ടാണ് ഇങ്ങോട്ട് വന്നിക്കുന്നത്. പിന്നെ PR ടീമിൻ്റെ വക സെൻറ്റിമെൻ്റൽ റീൽസും വീഡിയോസും സാഡ് BGM ഒക്കെ ഇട്ടിട്ട് അടിച്ച് കയറ്റി വിടുന്നുണ്ട് ഇപ്പോൾ തന്നെ. എന്തായാലും വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട് PR ടീമൊക്കെ, ഇത്രക്കും ആത്മാർത്ഥതയ്ക്ക്. എന്തായാലും നമുക്ക് നോക്കാം ഇത്രയും ആൾക്കാരെ അടിപ്പെട്ടിട്ട് ഈ വിഗ്രഹം മുടയാതെ അവിടെ തന്നെ നിൽക്കുമെന്ന്. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.